ഞാനിപ്പോൾ ഈ കാണിച്ച വീഡിയോയിൽ നിങ്ങൾ എന്താണ് ശ്രദ്ധിച്ചത്? ഒന്നുകൂടി കാണിച്ചു തരാം, ശ്രദ്ധിച്ച് നോക്കിക്കേ. നമ്പർ പ്ലേറ്റ് ഇല്ല ഈ വണ്ടിക്ക്. ഇല്ലെന്നല്ല, ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു സ്ഥിരം കാഴ്ചയാണ്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടക, തമിഴ്നാട് പോലുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ചരക്ക് വാഹനങ്ങളാണ്. സിമന്റ്, അരി, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, അങ്ങനെ ഒരുപാട് ചരക്ക് സാധനങ്ങളുമായി ദിവസവും കാസർഗോഡ് ബോർഡർ വഴിയും മാക്കൂട്ടം ചുരം ഇറങ്ങിയ കണ്ണൂർ കൂട്ടുപുഴ വഴിയും പാലക്കാട് വാളയാർ ചെക്ക് പോസ്റ്റ് വഴിയും വയനാട് മുത്തങ്ങ വഴിയും കൊല്ലം ആര്യങ്കാവ് വഴിയും നിരവധി വാഹനങ്ങളാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഈ വാഹനങ്ങളൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലോട്ട് വരുമ്പോൾ കേരളത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന അതാത് ചെക്ക് പോസ്റ്റുകളിൽ ഓരോ വാഹനങ്ങളും എൻ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പെർമിറ്റുകൾ എടുക്കുന്നുണ്ടോ? ഇക്കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്കത് കാണാം. 100 വാഹനങ്ങൾ കേരളത്തിലേക്ക് വരുന്നു എന്ന് വിചാരിക്കുക. അതിലൊരു 50% വാഹനങ്ങളും ഓരോ ബോർഡറുകളിൽ എത്തുമ്പോഴും വലിയൊരു തുക കൈമടങ്ങ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സാധാരണക്കാരായ ജനങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ടാക്സ് എന്ന ഓമന പേരുള്ള, എന്നാൽ അധികാരികളുടെ അണ്ണാക്കിലേക്ക് പോകുന്ന ഒരു തരം കൈക്കൂലിയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കിക്കോ. കേരളത്തിലേക്ക് വന്ന 2 അന്യസംസ്ഥാന ചരക്ക് വാഹനങ്ങളാണ്. ഈ 2 വാഹനങ്ങളിൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്കായി ഒരു നമ്പർ പ്ലേറ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? കാണാൻ പറ്റില്ല. ഇവിടെ ആ ഏറ്റവും പുറകുവശത്തുള്ള ആ ഒരു ലോറിയെ തന്നെ നോക്കാം. എവിടെയാണ് അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഉള്ളത്? അതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ടുള്ള ഒരു ഗ്രില്ല് കാണുന്നുണ്ടോ? ആ ഗ്രില്ലിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഉള്ളത്. ഈ ഒരു വാഹനം നോക്ക് നിങ്ങൾ. കർണാടകയിൽ നിന്ന് കേരളത്തിലോട്ട് വന്ന് ചരക്ക് സാധനങ്ങൾ ഇവിടെ ഇറക്കി കഴിഞ്ഞതിന് ശേഷം തിരികെ കർണാടകയിലേക്ക് പോകുന്ന ഈ ഒരു സീനാണ് ഈ കാണുന്നത്. ജസ്റ്റ് KA എന്ന് മാത്രം എഴുതിയിട്ടുള്ളത് കൊണ്ട് അതൊരു കർണാടക വണ്ടിയാണെന്ന് നമുക്ക് അങ്ങനെ വിചാരിക്കാം. ഈ ഒരു വണ്ടിയുടെ ഏതൊരു ആംഗിളിൽ നിന്ന് നോക്കിയാലും ഈ ഒരു കർണാടക രജിസ്ട്രേഷൻ വണ്ടി എന്നുള്ളത് അത് ബാക്കി നമ്പർ പ്ലേറ്റ് എവിടെയൊന്നും മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ കഴിയില്ല. ഇനിയുമുണ്ട്. ഇനി അടുത്ത വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ടേക്ക് വന്ന ഒരു ചരക്ക് വാഹനമാണ്. ഇതിൻ്റെയൊക്കെ നമ്പർ പ്ലേറ്റ് എവിടെയാണുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞേ. ആ ബാക്കിൽ വരുന്ന ഈ ഒരു ക്രാഷ് ഗാർഡ് എന്ന് പറയുന്ന സാധനം ഈ നമ്പർ പ്ലേറ്റ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപാധിയാണോ? ഈ കാണുന്ന രണ്ടും 2 വാഹനങ്ങളാണ്. ഇതൊന്നും നമ്മളെ അധികാരികളെ കണ്ണിലേക്ക് പെടുന്നില്ലേ? ഇതതുപോലെ വേറൊരു വാഹനം. ഈ ഒരു വാഹനത്തിൻ്റെ അവസ്ഥ കണ്ടതിനാൽ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ ലാലേട്ടനൊക്കെ പോകുന്നത് പോലെ ഒരു ഭാഗം ചെരിഞ്ഞിട്ടാണ് പോകുന്നത്. അത്രയൊക്കെ ലോഡും കയറ്റിയിട്ടാണ് ആ ഒരു വാഹനങ്ങളൊക്കെ കേരള അതിർത്തിയിലൂടെ കടന്നു വന്ന് നമ്മുടെ കേരളത്തിലെ റോഡുകളിലൂടെ ചീറിപ്പാന് പോകുന്നത്. അതിൻ്റെയൊക്കെ നമ്പർ പ്ലേറ്റ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. ഇതാ ഈ കാണുന്നതൊക്കെ അതുപോലുള്ള വാഹനങ്ങളാണ്. ആ ഒരു ഗ്രില്ലിൻ്റെ ഉള്ളിൽ നമ്മൾ ടോർച്ച് അടിച്ച് നോക്കിയാൽ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇതിൻ്റെയൊക്കെ നമ്പർ പ്ലേറ്റ് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. നമ്പർ പ്ലേറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇങ്ങനെ വരുന്ന ചരക്ക് വാഹനങ്ങൾ കേരളത്തിലെ മറ്റ് ഗതാഗത നിയമങ്ങളും പാലിക്കുന്നുണ്ടോ? 1-2 വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. ഇതൊരു രാത്രി സമയമാണ്. ഇവിടെ 1-2 വാഹനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി, ഒരു ടാങ്കർ ലോറി അതുപോലെ മറ്റൊരു ലോറിയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് കാണാം ഒരു ലോറി സീബ്ര ലൈനും കടന്ന് കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയിട്ട് നിർത്തിയിട്ടുണ്ട്. അതൊരു പക്ഷേ ബ്രേക്ക് പിടിച്ചിട്ട് നിർത്താൻ കഴിയാത്തത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അങ്ങനെ വിചാരിക്കാം. എന്നാൽ തൊട്ട് പുറകെ വരുന്നൊരു വണ്ടി, ഈ ഒരു കാറിൻ്റെ ഡാഷ് ക്യാമിൽ പതിഞ്ഞ CCTV ഫുട്ടേജാണിത്. ഈ ഒരു കാറിനെ മറികടന്ന് ഓവർടേക്ക് ചെയ്ത് പോകുന്നത് ഈ റെഡ് സിഗ്നൽ ഇപ്പോഴും നിലവിൽ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ്. ഒരു കൂസലുമില്ലാതെ ചീറിപ്പാന് പോകുന്നത് കണ്ടോ നിങ്ങൾ? ഇതൊക്കെ ആരാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്? ഇത് അതുപോലെ മറ്റൊരു കാറിൻ്റെ മറ്റൊരു ഡാഷ്ബോർഡിൽ പതിഞ്ഞൊരു CCTV ഫുട്ടേജാണ്. ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാം. അവിടെ ഇനിയും 49-48 സെക്കൻഡ്, അവിടെ ഇപ്പം 44 സെക്കൻഡ് ബാക്കിയിരിക്കുകയാണ്. ആ ഒരു ലോറി മെല്ലെ എടുത്ത് പിന്നെ ചീറിപ്പാന് പോകുന്നത്. ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ആരോ ഹൈഡാക്കി വെച്ചിട്ടുണ്ട്. ആ ലോറി പോയി കഴിഞ്ഞതിന് ശേഷവും 30 സെക്കൻഡ് ഇനിയും ബാക്കിയുണ്ട്. ഈ റെഡ് സിഗ്നലിന് എന്ത് വിലയാണ് ഇവരൊക്കെ തരുന്നത്? കേരളത്തിലെ റോഡുകളിലൂടെ പോകുമ്പോൾ എന്ത് തോന്നിയാസം കാണിക്കാമെന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്? കാറിൽ ഹെൽമെറ്റ് ഇല്ലാതെ പോയവന് 2000 രൂപയും ബൈക്കിൽ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പോയവന് 5000 രൂപയും പിഴ ചുമത്തി കൊടുക്കുന്ന നാണം കെട്ട ഒരു ഗതാഗത സംവിധാനമാണ് ഇന്ന് നമ്മുടെ കേരളം കണ്ടുവരുന്നത്. ഇതൊന്നും ഇപ്പോൾ ഉള്ള ഗതാഗത സംവിധാനത്തിന് മാത്രം ചോദ്യം ചെയ്യുന്ന ഒന്നല്ല. വർഷങ്ങളായി കേരളത്തിൽ കണ്ടുവരുന്ന ഒരു തരം, നമ്മുടെ മലബാർ ഭാഷയിൽ പറഞ്ഞാൽ കോപ്പിലെ പരിപാടിയാണ്. ഇതൊന്നും നമ്മുടെ അധികാരികൾ കാണില്ല. നമ്മുടെ അധികാരികൾ കാണുന്നത് പിന്നെ ഇവിടെ എന്തൊക്കെയാണ്? ഞാൻ ഒരു സന്ദർഭം പറയാം. കണ്ണൂർ തലശ്ശേരി ടൗണിൽ ഒരു പച്ചക്കറി കടയിൽ പച്ചക്കറികൾ ഇറക്കാനായി ഒരു സാധാരണ ഡ്രൈവർ ആ പച്ചക്കറി കടയുടെ ഏറ്റവും അടുത്തായി റോഡിനോട് വളരെ സൈഡാക്കി നിർത്തിയിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ റോഡുകൾ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ആ വാഹനത്തിൻ്റെ ചെറിയൊരു ഭാഗം റോഡിലേക്ക് തള്ളി നിൽക്കും. അങ്ങനെ വാഹനത്തിൻ്റെ പുറകിലെ ഡോർ തുറന്ന് അതിലുള്ള പച്ചക്കറികൾ ഇറക്കുന്ന ആ ഡ്രൈവർ, അതേസമയം അതുവഴി വന്ന ഓൺ ഡ്യൂട്ടിയുള്ള പോലീസുകാർ വാഹനത്തിൻ്റെ മുൻവശത്ത് നിന്ന് ഈ വണ്ടിയുടെ ഫോട്ടോയും എടുത്തുകൊണ്ട് ആ ഡ്രൈവറോട് ഒരക്ഷരം പറയാതെ ഔദ്യോഗിക വാഹനത്തിൽ കയറി പോകുന്നു. ഇതൊന്നും അറിയാതെ 300 രൂപക്കോ 500 രൂപക്കോ വേണ്ടി ആ ഒരു ഓട്ടം കിട്ടിയ ഡ്രൈവർ ആ ചരക്കുകളൊക്കെ അവിടെ ഇറക്കി വീട്ടിലേക്ക്, അല്ലെങ്കിൽ വീണ്ടും ആ വണ്ടി സാധാരണ വെക്കാറുള്ള സ്റ്റാൻഡിൽ കൊണ്ടുപോയി വെക്കുന്നു.
2 ദിവസം കഴിഞ്ഞ് 2000-ഓ 5000-ഓ ഫൈൻ വന്നതായി ഫോണിൽ നോട്ടിഫിക്കേഷൻ കാണുമ്പോഴാണ് ആ ഡ്രൈവറുടെ ഉള്ളു പിടക്കുക. ഒരുപക്ഷെ ആ ദിവസം അയാൾക്ക് ആകെ കിട്ടിയത് ആ ഒരു ഓട്ടം മാത്രമായിരിക്കും. ഇത് റിയൽ ലൈഫിൽ നടന്നൊരു കഥയാണ്. ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് അനുഭവങ്ങളുണ്ടാവും. ഒരുപക്ഷെ ആ ഒരു ഡ്രൈവർ ആ ഒരു പച്ചക്കറി കടയുടെ അടുത്ത് ചേർന്നുകൊണ്ട് തന്നെ റോഡിലേക്ക് കുറച്ച് തള്ളി നിർത്തിക്കൊണ്ട് ആ ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നാൽ ഇവിടെ ആ ഡ്രൈവർ പുറകിലെ ഡോറ് തുറന്ന് പച്ചക്കറികൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഡ്രൈവറോട് ഒരക്ഷരം പോലും പറയാതെ മുന്നിൽ നിന്ന് ഫോട്ടോയും എടുത്തുകൊണ്ട് നേരെ പോകുന്നത്. ഈ അധികാരികൾക്ക് എന്താണ് വേണ്ടത്? മാസാവസാനം തികയുമ്പോഴേക്കും അവരുടെ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു ചലാൻ റെസീറ്റുമായി ആ ഒരു ഡ്രൈവർ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങണം. പോട്ടെ, അങ്ങനെ ഒരു കാര്യം ഈ ഒരു ഉദ്യോഗസ്ഥർ കണ്ടിരുന്നുവെങ്കിൽ ആ ഒരു ഡ്രൈവറോട് പോയിട്ട് ആദ്യം ഒരു കാര്യം, ഇങ്ങനെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് വണ്ടി പാർക്ക് ചെയ്തത്, ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പാടില്ല, ഇത്ര രൂപ ഫൈനാണ്, ആദ്യം ആ ഡ്രൈവറോട് കാര്യങ്ങളൊന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യണം. ഇത് ഈ ഒരു സന്ദർഭം മാത്രമല്ല, ഇത് നമ്മുടെ കേരളത്തിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു സാഹചര്യം കൂടിയാണ്. ഇത് പച്ചക്കറികളുമായി അൺലോഡിങ് ചെയ്യുന്ന ഡ്രൈവർമാർക്കും അതുപോലെ ഫ്രൂട്ട്സ്, അതുപോലെ ഫർണിച്ചറുകൾ, ഇതുപോലുള്ള പല സാധനങ്ങളും നമ്മുടെ റോഡ് സൈഡിൽ നിർത്തിയല്ലാതെ നമുക്ക് എവിടെയാണ് ഇത് കൊണ്ടുപോയി അൺലോഡ് ചെയ്യാൻ കഴിയുക എന്നൊന്ന് ചിന്തിച്ച് നോക്കണം. ഇനി ഇവരൊക്കെ ചിന്തിക്കുന്നത് എന്താണ്? ഈ ഒരു ഐറ്റമൊക്കെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഇറക്കി വെച്ച് അവിടുന്ന് പോലീസുകാരെടുത്ത് കൊണ്ടുപോയി ആ ഷോപ്പിലേക്ക് കൊടുക്കുമോ? പറ്റില്ല. പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളി താഴെയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി ജയിലിൽ പോയി മട്ടനും ബിരിയാണിയും ചായയും കാപ്പിയും കൊടുത്ത് വളർത്തുന്ന ഒരു കൊടും കുറ്റവാളിയെ മതിൽ തകർത്ത് ജയിൽ ചാടാൻ സഹായിക്കാനും ഈ കാണുന്ന പോലെ മദ്യപിച്ച് മദ്യക്കുപ്പിയുമായി ബൈക്കോടിച്ചു പോയി ആക്സിഡൻ്റായി നടുറോഡിൽ വീണ് കിടക്കുന്ന ഒരു കുടിയൻ ഒരു തുള്ളി മദ്യത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ അവൻ്റെയൊക്കെ അണ്ണാക്കിലേക്ക് മദ്യം മുറ്റിച്ചു കൊടുക്കാനും വളവും കർവും നോക്കാതെ ആക്സിഡന്റ് പ്രോൺ ഏരിയയിൽ പോയി ചെക്കിംഗ് എന്ന പേരിൽ കിമ്പളം ഉണ്ടാക്കാൻ നിൽക്കാനും അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ജീവിക്കാൻ പെടാപ്പാട് വിടുന്ന സാധാരണക്കാരുടെ മെക്കിട്ട് കയറാനും പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയ പരാതിക്കാരനെ തന്നെ പൊറോട്ടയടിക്കുമ്പോൾ ഇടിച്ച് കൂമ്പ് കലക്കാനും നിയമവ്യവസ്ഥയിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടി മാനം നോക്കി നിൽക്കാനുമൊക്കെ കാക്കിയാണിന ചില ഭരണകർത്താക്കൾക്ക് കഴിയൂ. ശമ്പളത്തിന്റെ പുറമെ കിമ്പളം വാങ്ങിക്കുന്നവരും ന്യായത്തിന്റെ പേരിൽ അനീതി ചെയ്യുന്നവരും ധർമ്മത്തിന്റെ പേരിൽ അധർമ്മം നടപ്പാക്കുന്നവരും പോലീസ് വേഷമണിഞ്ഞ കന്നാസുകളും പാറാവിന് പകരം താറാവുകളും അധികാരം ദുർവിനിയോഗം നടത്തുന്നവരുമാണ് ഇന്ന് കേരളത്തിലെ ചില ജന്മങ്ങൾ. ആദ്യം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ കാണിക്കുന്ന ഇതേപോലുള്ള പോക്രിത്തരം കണ്ട് മനസ്സിലാക്കി അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് അവർക്കുള്ള ശിക്ഷകൾ ചെറുതും വലുതുമായിക്കോട്ടെ അത് വാങ്ങിച്ചു കൊടുത്ത് മാതൃകയാവൂ. ശേഷം ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പെടാപ്പാട് വിടുന്ന സാധാരണക്കാരുടെ മെക്കിട്ട് കയറി ഉണ്ടാക്കാൻ വരും. തീരുന്നില്ല. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് പച്ചക്കറികളും ഫ്രൂട്ട്സും എടുത്ത് മാക്കൂട്ടം ചുരമിറങ്ങി വരുന്ന നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഡ്രൈവർമാരെ കത്തിയും തോക്കും ചൂണ്ടി ഭീഷണിപ്പെടുത്തി പണവും ഫോണും മറ്റ് വസ്തുക്കളും കവർന്നെടുക്കുന്ന വാർത്ത നമ്മൾ എല്ലാവരും ഒരുപാട് പ്രാവശ്യം കേട്ടതാണ്. ഇതിനെതിരെ കർണാടക ഗവൺമെൻറ്റുമായി ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ ദിനേന കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവരുന്ന നമ്മുടെ ഡ്രൈവർമാർക്ക് അവരുടെ സ്വത്തിനും ജീവനും എന്തെങ്കിലും ഒരു സേഫ്റ്റി കൊടുക്കാൻ ഇവിടെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? ഇതുപോലുള്ള പല വിഷയങ്ങളും നമ്മൾ അറിയുന്ന നമുക്ക് വേണ്ടപ്പെട്ട കാക്കിയാണിനെ ഡ്രൈവർമാർ അനുഭവിക്കുന്നുണ്ട്. ഇനിയെങ്കിലും കണ്ണു തുറക്കും 100% ലിറ്ററസി ഉള്ള കേരളമേ. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഫോളോ ഫോർ മീ.